എനിക്കൊരു 5 കാര്യം പറയാനുണ്ട്. ഒരു 2-3 മിനിറ്റ് ആവശ്യമുള്ളൂ. ഒന്ന്, പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെറുപ്പില്ലാത്ത കേരളം. ഈ 2025 സോഷ്യൽ മീഡിയയിലൂടെ വെറുപ്പ് കുത്തി ഒഴുകിയ ഒരു നാളുകളായിരുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത പക്ഷെ അത് ഇപ്പോൾ യു ടേൺ എടുത്തിട്ടുണ്ട്. അത് യു ടേൺ എടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോഴേക്ക് കേരളം ഒരു പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, തിരിച്ച് ഒഴുകണം. ഒന്നതാണ്. രണ്ടാമത്തത്, ഗതാഗതക്കുരുക്കില്ലാത്തൊരു കേരളം. അതായത് ഇപ്പോൾ ദേശീയപാത വന്നു കഴിഞ്ഞു, അതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഗ്രീൻഫീൽഡിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞു. അതുകൂടി വന്നാൽ എന്ത് ചെയ്യും, ഒന്നുകൂടി റിലാക്സ് ആവും. ഇപ്പോൾ ഈ ഗതാഗത മാർഗങ്ങൾ വരുന്നതിന് തടസ്സം നിൽക്കുക എന്നുള്ള നയത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറകോട്ട് പോയിട്ടുണ്ട്. ആ വരട്ടുവാദങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കുറച്ചുകൂടി എന്ത് ചെയ്യണം, എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് ആകുന്ന രീതിയിൽ റോട്ടിൽ ഒരിക്കലും മനുഷ്യന്മാരുടെ ജീവിതം പണയം വെക്കരുത്, നമ്മുടെ സമയം പണയം വെക്കരുത്. റോട്ടിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നമ്മളെ കർമ്മശേഷി നഷ്ടപ്പെടരുത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ, വൃദ്ധർ, അതേപോലെ തന്നെ സ്ത്രീകൾ, ഇവർക്ക് നേരെ വലിയ അക്രമങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുത്തിക്കൊല്ലുക, വളരെ ക്രൂരമായ രീതിയിലുള്ള ലഹരി വില്ലനാവുക, അതേപോലെ കുടുംബ വഴക്കുകൾ, ചെറിയ കുട്ടികളെ പീഡിപ്പിക്കൽ, വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ, തട്ടിപ്പുകൾ, കേസുകൾ, അങ്ങനെ ശ്വാസം മുട്ടുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ അടുത്തൊരു 2026 വരുമ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായ പരിഹാരങ്ങൾ, അത് പുറമോടിയായിട്ടല്ല, അടിസ്ഥാനപരമായി റൂട്ടിലേക്ക് പോയി അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച്, ആ കാരണങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ഇത് പരിഹരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർ സമയം പറയുകയാണെങ്കിൽ നമുക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ റൂട്ട് കോസിലേക്ക് പോയിട്ട് പരിഹാരങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാവണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അത് ഇന്ന് കേരളത്തിൽ വൻതോതിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ വീടുകളിൽ നഗരപ്രദേശങ്ങളെക്കാളും ഉപയോഗിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ അതിനനുസരിച്ച് സോഷ്യൽ മീഡിയ വീടുകൾ നിയന്ത്രിക്കുന്ന, വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഒന്നുകിൽ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക. അപ്പോൾ അത് എങ്ങനെ നിയന്ത്രിക്കാം? സോഷ്യൽ മീഡിയ ഒരിക്കലും എൻ്റെ അജണ്ടയെ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കും എന്ന രീതിയിലേക്ക് മലയാളികൾ നിർബന്ധമായി മാറേണ്ട ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ. ആ നിലക്കുള്ള എഡ്യൂക്കേഷൻ ശരിക്ക് നടക്കണം. ഈ സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ. ഇപ്പോൾ അതിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടായിട്ടുണ്ട്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് എവിടെയാണ്, ഓസ്ട്രേലിയയിൽ. അതായത് 2025 ഡിസംബർ 10 ആ നിയമം വന്നത്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ശിക്ഷാ നടപടി പിഴ വരുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കാണ്. ആരാണോ ആ പ്ലാറ്റ്ഫോമിൻ്റെ അതോറിറ്റി, അവർക്കാണ് പിഴ വരിക. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് അടിയന്തരമായിട്ട് കേരളം നടപ്പാക്കണം. അതാണ് 2026 നമ്മൾ കാണുന്ന ഒരു വലിയ ഭരണപരിഷ്കാരമായിട്ട്. ഇപ്പോൾ ഫ്രാൻസ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായിട്ട് പറയുന്നത് ആരോഗ്യമേഖലയാണ്. ആരോഗ്യമേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, സംവിധാനങ്ങൾ അനവധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ചികിത്സാ സംവിധാനങ്ങൾ. പക്ഷേ പഴയ രോഗങ്ങളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. 45% ആളുകൾ ഇന്ന് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാണ്. അതുപോലെ തന്നെ പ്രായമേറുന്ന ജനസംഖ്യ, വൃദ്ധരുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കിംസ് ഹെൽത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലൊരു പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണത്. അതിപ്പോൾ അമേരിക്കൻ നിക്ഷേപ കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ അതിൻ്റെ 80% ഓഹരി എന്ത് ചെയ്തിട്ടുണ്ട്, കൈവശം. 3500 കോടിയോളം രൂപ അവരതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവർ എടുത്തിട്ടുണ്ട്, മൈത്ര അവരെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും ഈ അമേരിക്കൻ കമ്പനികൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എവിടേക്ക് കൊണ്ടുപോകുമെന്ന് വെച്ചാൽ, ഇത് വലിയ ഒരു പ്രയാസം നമ്മുടെ
പിന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ദക്ഷിണേന്ത്യയിൽ ആ നിലക്കുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ഇന്ന് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൂഷണം ചെയ്യുക എന്നുള്ള ലോങ് ടേം ഉദ്ദേശം അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്ക് ഇനി ചികിത്സാ ചെലവ് കൂടുതൽ. ഇപ്പോൾ ഗൾഫിലൊക്കെ ഭയങ്കര ചികിത്സാ ചെലവാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇന്ന് ഇങ്ങോട്ടാണ് ചികിത്സക്ക് വരുന്നത്. കാരണം ഇവിടെ പെട്ടെന്ന് ഡോക്ടർമാരെ കാണാൻ പറ്റും, ആക്സസ് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിച്ച് പോകാൻ പറ്റും. പക്ഷേ അത് ഉപയോഗിച്ച് ഇവരെ കയ്യിൽ ഈ വമ്പൻ കമ്പനികളിലേക്ക് ഈ പിന്നെ സ്വകാര്യ പിന്നെ ഹോസ്പിറ്റലുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് മരുന്ന് കമ്പനിയുണ്ട്. അപ്പോൾ മരുന്ന് കമ്പനിയെ ത്രസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചികിത്സാ സംവിധാനത്തെ കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽപ്പെട്ട് സാധാരണക്കാരൻ വീർപ്പുമുട്ടുന്ന കാലഘട്ടമായിരിക്കാനാണ് ഇനി സാധ്യത. ഇനി പിന്നെ ഈ സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമാകാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാവുള്ളൂ. അതേപോലെ കുറേ നോംസും കണ്ടീഷൻസും കൊണ്ടുവരും. പിന്നെ നേരിട്ട് എക്സ്പേർട്ടായ ഡോക്ടർമാരത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ഇവിടെ ഇനി ഏത് സർക്കാരാണെങ്കിലും അടിയന്തരമായി ഇടപെട്ടിട്ട് സാധാരണക്കാരൻ്റെ ചികിത്സാ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഈ 2026 ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ്. പിന്നെ മുസ്ലിം സമുദായത്തെ പറ്റി പറയാനുള്ള ഒറ്റ വാക്കെന്താണെന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് ഇന്ന് മുസ്ലിം സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മുസ്ലിം ലേബലിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പരിസരം, നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കിയിട്ട് നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആൾ നല്ല മുസ്ലിമും, ഇസ്ലാമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ മോശം മുസ്ലിമും എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വൻതോതിൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിന്നെ വര വരച്ചിരിക്കണം. ആ വര വരയ്ക്കണമെന്ന് ആലോചിച്ചാൽ ഇസ്ലാം വിരുദ്ധരാണ് വര വരയ്ക്കുന്നത്. ആ വരനെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല ആളുകളും അറിഞ്ഞോ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2026.